അപ്പോൾ ഈ കണ്ണൂർ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെള്ളമിറക്കുക എന്നല്ലാതെ അവിടെ ചെന്ന് തിന്ന് ടേസ്റ്റ് അറിയാൻ നമ്മളിവിടുന്ന് ആരും അങ്ങോട്ട് കെട്ടി കൊണ്ടുപോയിട്ടുമില്ല, അവിടുന്ന് ആരും ഇങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ മലപ്പുറത്തിൻ്റെ നടുക്കെടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഇങ്ങോട്ട് ഏറ്റു വാങ്ങി നമ്മളതായ രീതിയിലാണ് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടി കൊടുന്ന ജീരകശാല റൈസിൽ നിന്ന് ഒരു പിടി അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു കപ്പ് അരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ആ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് തേങ്ങ, ഒരു മുട്ട, ഒരു കപ്പൻ്റെ വെള്ളം കൂടെ ചേർത്ത് അരച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ആക്കുക. പിന്നെ ഇതിൻ്റെ മസാല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു എളുപ്പപ്പണിയാണ്. അപ്പോൾ ഇതിങ്ങനെ കേക്ക് ടീനിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതിൽ ഫസ്റ്റ് ഒരു 2 തവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് അപ്പം തന്നെ തുറന്നിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും 2 തവി ഒഴിച്ചു കൊടുക്കുക, അപ്പം തന്നെ തുറക്കുക, വീണ്ടും ഫില്ല് ചെയ്യുക. അങ്ങനെ ലെയറുകളായിട്ട് നമ്മൾ ഈ മാവും മസാലയും തീർന്ന വരെ നമുക്ക് ചെയ്തെടുക്കുക. കുറച്ചൊരു 10-15 മിനിറ്റ് എന്തായാലും ഇത് കുക്കാൻ വേണ്ടി നല്ല ചൂടാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. മസാല എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ്.